إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فيا أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള ആദരണീയരായിട്ടിക്കരെ എൻ്റെ പിരിസത്തിരെ മുഅ്മിനുകളായ മുഅ്മിനത്തുകളായ സഹോദര സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകളും അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങളും നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉടനീളം കാത്ത് സൂക്ഷിച്ച് തഖ്വാബോധമുള്ളവരായി ജീവിക്കണുണ്ടോ എന്നോടും നിങ്ങളെല്ലാവരോടും ആദ്യമായി വസിയത്ത് ചെയ്യരെ, ഉത്ബോധിപ്പിക്കരെ. സർവശക്തനായിട്ടിക്കര അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പവിത്രമായിട്ടിക്കരെ, പരിശുദ്ധമായിട്ടിക്കരെ, അള്ളാഹുവിൻ്റെ മാസോട്ടു ചൊല്ലുരെ മുഹറം മാസത്തിലേക്കായിട്ടിക്കറ്
കുറച്ച് കഴിഞ്ഞാൽ നാം കാലെടുത്ത് വെക്കരുത്. അതൊരു പുതിയ ഹിജറ വർഷത്തിലെ ആരംഭവും കൂടിയായിട്ടിക്കർ. ഇതിൽ ഹിജ്ജാണ്ട് ചൊന്നെങ്കിൽ പുതിയ ഹിജറ വർഷത്തിലെ അവസാനമാണ് ഇതിൽ ഹിജ്ജ മാസം. പുതിയ വർഷത്തിലെ തുടക്കമായിട്ടിക്കർ മുഹറം മാസം കൊണ്ട് ചൊല്ലുന്നത് ഹിജറ വർഷമാണ്. എന്തായിട്ടിക്കർ ഈ ഹിജറാണ്ട് ചൊന്നെങ്കിൽ ഹിജറയുമായി ബന്ധപ്പെട്ട് അതിന് പിന്നിലുള്ള യുക്തിയെ സംബന്ധിച്ചായിട്ടിക്കർ ഇന്ന് കുറഞ്ഞ സമയത്തിലുള്ള നമുക്ക് മനസ്സിലാക്കൊണ്ടുള്ളത്. ഹിജറാണ്ട് ചൊന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം ആഗ്രഹിച്ചും കൊണ്ട്, അവൻ്റെ തൃപ്തി, അവൻ്റെ റിസാമന്തി ആഗ്രഹിച്ചും കൊണ്ട്, അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കണു. ഒരു രാജ്യത്ത് ഒരു റായത്ത് അതുകൊള്ള അവകാശമില്ലെങ്കിൽ, അതുകൊള്ള സൗകര്യമില്ലെങ്കിൽ, അത് സൗകര്യമുള്ള, അത് അവകാശമുള്ള, അത് സ്വാതന്ത്ര്യമുള്ള മറ്റൊരു റായത്തുക്ക്, മറ്റൊരു രാജ്യത്തുക്ക് പലായനം ചെയ്യുക, എമിഗ്രേഷൻ ചെയ്യുക, വലസ പോവുക എന്നതായിട്ട് ഹിജറാണ്ട് ചെന്നെങ്കിൽ വിടരുത്, ഒഴിവാക്കരുത് എന്നൊക്കെയാണ്. സ്വന്തം റായ, സ്വന്തം നാട് വിടുക, സ്വരാജ്യം വിടുക, തൻ്റെ കുടുംബത്തെ, ബന്ധുക്കളെ, സ്വദേശത്തെ ഇതെല്ലാം വിട്ടിട്ട്, ഇതെല്ലാം ഉപേക്ഷിച്ചും കൊണ്ട് അല്ലാഹുക്ക് മാത്രം ഇബാദത്തെടുക്കണു, അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കണു, സൗകര്യവും സ്വാതന്ത്ര്യവുമുള്ള മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ പേരായിട്ട് ഹിജറാണ്ട് ചെന്നെങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്ത്, അവിടുത്തെ ശിഷ്യഗണങ്ങളും അങ്ങ് ജനിച്ച് വളർന്ന് വിവാഹം കഴിച്ച് എല്ലാം കഴിഞ്ഞുകൂടിയ രാജ്യമായിട്ടിക്കരെ മക്ക, ആ ജന്മദേശമായിട്ടിക്കരെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയതായിട്ടിക്കരെ ആ പലായനത്തെയാണ് ഇവിടെ നാം ഹിജറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിജറ വർഷോണ്ട് ചൊല്ലുന്നത് ആ പലായനത്തെ, ആ എമിഗ്രേഷൻ്റെ അടിസ്ഥാനമാക്കിയിട്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായിട്ടിക്കരെ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു വർഷം ഹിജറ വർഷത്തേക്ക് രൂപം നൽകിയത്. അപ്പം ഈ ഹിജറ എന്ന് ചൊല്ലുരെ ഇതിന് പിന്നിലുള്ളതായിട്ടിക്കറി യുക്തി എന്തിരെ, അതാണ് നമുക്കിനി മനസ്സിലാക്കൊണ്ടുള്ളത്. ദീന് സംരക്ഷിച്ചും കൊണ്ട് അല്ലാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത് ഒരാൾക്ക് ഒരു റായത്ത് പ്രയാസമാവുമ്പത്ത് ഒരു സാഹചര്യത്തിലും ഒരു കാരണവശാലും അയാൾക്ക് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യണുകോ സാധ്യമാകാത്ത സന്ദർഭം വരുമ്പോൾ ഒരിക്കലും ശിർക്ക് ചെയ്യണുകോ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നതാണ്. നമുക്ക് ഈ റായത്ത് ശിർക്ക് ചെയ്യാണ്ട് നിർവാഹമില്ല. മറ്റുള്ള മതക്കാരുടെ ആരാധനകൾ നമുക്കും, ഞങ്ങളുടെ പൂജാകർമ്മങ്ങൾ, ഉപാസനകൾ നമുക്കും ചെയ്യേണ്ടതായി വരും, നമ്മൾ നിർബന്ധിതരാണ് എന്ന് പറഞ്ഞും കൊണ്ട് ശിർക്ക് ചെയ്യണക്ക് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം ചൊല്ലുന്നത് ഒന്നുകിൽ നീ ആ റായ വിട്ടിട്ടോ അത് അവകാശമുള്ള സൗകര്യമുള്ള മറ്റൊരു റായത്തേക്ക് നീ പോകുറോ, അല്ലെങ്കിൽ നീ പോരാടി ഈ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി നീ രക്തസാക്ഷിയാവുക. ഇത് മാത്രമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാർഗം. ജീവിതത്തിൽ നിർബന്ധിതമായ സാഹചര്യമുണ്ടാകുമ്പോൾ
ചില ഹറാമായ കാര്യങ്ങൾ ഇസ്ലാം ചിലപ്പോൾ ഇളവ് നൽകരുത്, എക്സ്ക്യൂസ് നൽകരുത്. പക്ഷെ ശിർക്ക് ഒരു നിലക്കുള്ള എക്സ്ക്യൂസ് നൽകുന്നില്ല. ഉദാഹരണമായി ഒരാൾക്ക് പൈച്ചിത്ത് ഹസിവയിൽ അയാൾ മരിക്കണക്ക് പോകുമ്പൊത്തു അവിടെ വേറെ ഒന്നുമില്ല, ഹറാമായ അല്ലാഹു തആല ഇസ്ലാം ഹറാമാക്കിയതായിട്ടിക്കരെ, നിഷിദ്ധമായതാക്കിയതായിട്ടിക്കരെ ഡെഡ് ആനിമൽസിനെ, ശവത്തിനെ, ഹന്തിമാംസ, പന്നിയുടെ മാംസം, രക്തം, കള്ള് ഇതുപോലത്തതാണ് അയാളുടെ മുമ്പിലുള്ളതെങ്കിൽ വല്ലാത്ത ഭയാരിക്ക് അയാൾക്ക് നേരിടേണ്ടി പണ്ട് ആ സമയത്ത് അയാളെ മുന്നിൽ ഇത്രയും നിഷിദ്ധമായ കാര്യമല്ലാണ്ട് വേറെ ഇല്ല എങ്കിൽ അതിന് ചിലരുടെ പേര് നിർബന്ധിതാവസ്ഥയുണ്ട്. ആ നിർബന്ധിതാവസ്ഥയുടെ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ അക്രിട്ടിക്കലായിട്ടിക്കര ആ മൊമെന്റിൽ അയാൾക്ക് അത് എടുത്ത് ഉപയോഗിക്കണകോ, ആവശ്യമായ ക്വാണ്ടിറ്റി ആ ലിമിറ്റ് അനുസരിച്ച് എടുത്ത് ഉപയോഗിക്കണകോ ഇസ്ലാം അനുവാദം കൊടുക്കണം. അതൊക്കെ ഷർത്തുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിലൊക്കെ അത് വിശദീകരിക്കുന്ന, സൂറത്തുൽ ബഖറയിലൊക്കെ ഹർരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ എന്നിങ്ങനെ ചൊന്നും കൊണ്ട് ഫമനിൽ തുറ ഗൈറ ബാഗിൻ ഫമനിൽ തുറ ഫീ മഖ്മസത്തിൻ ഗൈറ മുതജാനിഫിൻ ലിസ്മിൻ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഒരാൾക്ക് ഹസിബയുടെ കാരണമായി, വയാരിക്കയുടെ കാരണമായിട്ട് നിർബന്ധിതാവസ്ഥ വരുമ്പോ അയാളുടെ ജീവൻ അപകടത്തിലാവുന്ന സന്ദർഭത്തിൽ ആ ജീവൻ നിലനിർത്തുന്നത് ആവശ്യമായ അത്രമാത്രം അത് ഉപയോഗിക്കൊണ്ടുള്ള അവസരം, അവകാശം ഇസ്ലാം നൽകി. എന്നാൽ ശിർക്ക് ചെയ്യുന്നത് ഒരു സാഹചര്യത്തിലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതേപോലെ തന്നെ അവിടുത്തെ സഹാബത്തൊക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയതായിട്ട് ഹിജറാണ്ട് ചൊല്ലുന്നത് അത് ആദർശം സംരക്ഷിക്കൊണ്ടു വേണ്ടിയായിട്ടിന്ത്, ദീന് സംരക്ഷിക്കൊണ്ടു വേണ്ടിയായിട്ടിന്ത്. കാരണം ഇസ്ലാമിലേക്ക് കടന്നാൽ ഒരാൾ, ഒരു സത്യവിശ്വാസിയുടെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും വിലപ്പെട്ടത് അയാളുടെ ദീനായിട്ടിക്കറ്, അയാളുടെ ആദർശമായിട്ടിക്കറ്. രക്തബന്ധത്തെക്കാൾ ആദർശ ബന്ധത്തിലായിട്ടിക്കറ് ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കരുത് എന്നതാണ് ഈ ഹിജറയുടെ പിന്നിലുള്ള യുക്തി എന്ന് നാം മനസ്സിലാക്കണം. രക്തബന്ധത്തെക്കാൾ ആദർശ ബന്ധത്തിന് പ്രാധാന്യം കൽപ്പിച്ച ഒരു മഹാനായ പ്രവാചകനെയാണ് നാം ഈ കഴിഞ്ഞ മാസങ്ങളിൽ, ഹജ്ജിന്റെ മാസങ്ങളിലൊക്കെ നാം ഓർത്തത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്ത് പൊടിപ്പാട്ടിയതായിട്ടിക്കറ് രക്തബന്ധത്തെക്കാൾ ആദർശ ബന്ധത്തിന് പ്രാധാന്യം കൽപ്പിച്ചും കൊണ്ടായിട്ടിക്കറ്. എനിക്ക് എൻ്റെ മക്കളല്ല, എൻ്റെ അബ്ബ ഉമ്മമാരല്ല, എൻ്റെ സമ്പത്തല്ല, എൻ്റെ ബിസിനസ്, എൻ്റെ വ്യാപാരമല്ല, നക്ക് ഏറ്റവും വലുത് അല്ലാഹുവായിട്ടിക്കറ്. അൽ ഇബാദത്തു ലില്ലാഹി വഹ്ദഹ്, അൽ ഈമാനു ബില്ലാഹി വഹ്ദഹ്. ഇതായിട്ടിക്കറ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിടിപാട്ടിയത്. അതാണ് ഹിജറയുടെ ഉദ്ദേശം. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. ഖുർആനിൽ വളരെ വ്യക്തമായ നിലക്ക് അല്ലാഹു ചൊന്നതും ഈ വിഷയം തന്നെയാണ്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഉത്തമമായ ആദർശമുണ്ട്, ഉത്തമമായ മാതിരിയുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ. അതേപോലെ അദ്ദേഹത്തിന്റെ ഒട്ടികയുള്ളതായിട്ട് മുഅ്മിനുകളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ഉത്തമമായ ആദർശമുണ്ട്. എന്തായിരുന്നു? അദ്ദേഹം സ്വന്തം ജനതയോട് വിഗ്രഹാരാധകരായ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ പൂജിച്ചിരുന്ന സ്വന്തം ജനതയോട് അദ്ദേഹം വെട്ടിത്തുറന്നു പറഞ്ഞത് എന്തിനാണ്ട് ചൊന്നെങ്കിൽ, നിങ്ങൾ പൂജിക്കരെ
അല്ലാഹുവല്ലാത്ത ഏതെല്ലാം ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ പൂജിക്കറോ, ഉപാസന നടത്തറോ, നിങ്ങൾ പ്രാർത്ഥിക്കറോ, അതിനെയെല്ലാം ഞാൻ നിരാകരിക്കരേണ്ട ചൊന്ന ആളായിട്ടിന്ത മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആദർശം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ധോരണയാണ് നിങ്ങൾ അനുകരിക്കേണ്ടത്. അത് അനുഗ്രഹമായിട്ടിക്കറ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അറിയിക്കറ്. അതാണ് ഹിജ്റയുടെ പിന്നിലുള്ള യുക്തിയും അതായിട്ടിക്കറ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് ദുർബലമായി പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. ഇസ്ലാമിലേക്ക് കാലെടുത്ത് വെച്ചാൽ, ഇസ്ലാമിന്റെ ശാദ്വലമായ തീരത്തേക്ക് കാലെടുത്ത് വെച്ചാൽ ഓരോരുത്തർക്കും, എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ മനസ്സ് തന്നെ അന്താളിച്ചു പോകുന്ന പല സമയങ്ങളുണ്ട്, പല സന്ദർഭങ്ങളുണ്ട്. നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയാതെ കുഴഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങളാണ്. ഒരു ഭാഗത്ത് നമ്മുടെ മക്കൾ, മരികൾ, മറ്റൊരു ഭാഗത്ത് ദീന്. ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇങ്ങനെ വല്ലാതെ അന്താളിച്ചു പോകുന്ന ചില സന്ദർഭം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് നമ്മുടെ വ്യാപാരം, മറ്റൊരു ഭാഗത്ത് ദീനിന്റെ നിയമങ്ങൾ, ഒരു ഭാഗത്ത് നമ്മുടെ കുടുംബം, ഭാര്യ, ഭർത്താക്കന്മാർ, മറ്റൊരു ഭാഗത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ദീന് വരുന്നു. പരാജയപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഹിജ്റയുടെ സന്ദർഭത്തിലും ചിലർക്ക് ഈ പ്രയാസമുണ്ടായി. എങ്ങനെ തീരുമാനമെടുക്കും? കുടുംബം മക്കത്താണ്, ഞങ്ങൾ വിട്ടുപോകണം, അവിടെ ആരാധനാ സ്വാതന്ത്ര്യമില്ല, മക്കയെ വിട്ടിട്ട് പോകണം മറ്റൊരു രാജ്യത്തേക്ക്. പക്ഷെ കുടുംബം എവിടെയാണ്? മക്കത്താണ്. മക്കൾ മക്കത്താണ്, ഉപ്പാമ്മമാർ മക്കത്താണ്. നമ്മുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ആ വ്യാപാരം, അതെല്ലാം കച്ചവടമെല്ലാം മക്കത്താണ്. നമ്മുടെ അക, പക്ക, ജാഗ എല്ലാം മക്കത്താണ്. സോഴ്സസ് ഓഫ് ഇൻകം വരെ എല്ലാ സോഴ്സസും മക്കത്താണ്. ഇതെല്ലാം വിട്ടുപോകണം. ഹിജ്റ പോകണോ? ചില ആളുകൾക്കൊക്കെ മാനസികമായ നിലക്ക് ചില മടുപ്പുണ്ടായി, ചില ആളുകൾക്ക് ചില പ്രയാസമുണ്ടായി. ചില ആളുകൾക്ക് ഹിജ്റ പോയി അവിടെ എത്തിയതിന് പിന്നെ പല വിഷമങ്ങളുണ്ടായി. നാം ഇത്രത്തോളം കമായാക്കിയിട്ട് ഡെവലപ്പാക്കിയ ബിസിനസ് എല്ലാം നാം മക്കത്ത് വിട്ടുവന്നല്ലേ എന്ന് പറഞ്ഞും കൊണ്ടുള്ള ചില വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഹിജ്റയുമായി ബന്ധപ്പെട്ടിട്ടാണ് സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഈ ആയത്ത് അവതീർണമാകുന്നപ്പോഴാണ് ഖുൽ, ഓ നബിയെ നിങ്ങൾ ചൊല്ലൂ, ഇത് എന്നോടും നിങ്ങളോടും ഓരോരുത്തരോടുമുള്ള വാക്കാണ്, അല്ലാഹുവിന്റെ സംസാരമാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോഴും എപ്പോഴും ഇത് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ ആയത്താണെങ്കിൽ സംസാരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടുമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് നിലപാട് നാം സ്വീകരിക്കണം എന്നതാണ് ഈ ആയത്ത് നമുക്ക് ചൊന്നു തേണ്ടത്. ഖുൽ, ഓ നബിയെ ചൊല്ലൂ, കുടുംബം വിട്ടുപോയതിൽ പ്രയാസം അനുഭവപ്പെടുന്ന എത്ര ആളുകളുണ്ടല്ലേ. നാം കുടുംബത്തെ വിട്ടുപോകണം. കുടുംബത്തെ വിട്ടിട്ട് ഞാൻ എങ്ങനെ ഹിജ്റ ചെയ്യുമെന്ന് അതൊരു കുടുംബം ഒരു തടസ്സമാവര് എത്രയോ ആളുകളുണ്ടല്ലോ നബിയെ. അങ്ങനത്തെ നിങ്ങൾ ചൊല്ലൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലൂ, നിന്റെ ബിസിനസ്സിന്റെ സ്ഥാപനമെല്ലാം ഉള്ളത് മക്കത്താണ്, അത് എങ്ങനെ നാം വിട്ടിട്ട്, അതെല്ലാം വിട്ടിട്ട് ഞാൻ എങ്ങനെ മദീനത്ത് പോകും എന്ന് ചിന്തിക്കുന്ന ആള് മക്കയിലുണ്ട് നബിയെ. അങ്ങനത്തെ ചൊല്ലൂ.
എൻ്റെ സ്വന്തം ഭാര്യയെ, പെഞ്ഞായിയെ, അല്ലെങ്കിൽ എൻ്റെ പതിയെ, ഭർത്താവിനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ മദീനത്ത് പോകും എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് നബി. അങ്ങനത്തെ ചൊല്ലറു ഖുൽ ഇൻ കാന ആബാവുക്കും, നിങ്ങളുടെ അബ്ബമാർ, വഅബ്നാവുക്കും, നിങ്ങളുടെ മക്കൾ, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, വഅസ്വാജുക്കും, നിങ്ങളുടെ പതിപത്നിമാർ, വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സംഗാതികൾ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ രാപ്പകൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കമായമാക്കിയ പണം, നിങ്ങളുടെ കാശ്, സമ്പത്തുകൾ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം വരാതെ കച്ചവടമെല്ലാം പല നിലക്കും നിങ്ങൾ ഡെവലപ്പാക്കി ഉയർന്ന സാമ്രാജ്യം, ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തതായിരിക്കുന്ന ആ കച്ചവടങ്ങൾ, ആ വ്യാപാരങ്ങൾ, വമസാകിനു തർളൂനഹാ, നിങ്ങൾ രാപ്പകൽ ഉറക്കമൊഴിഞ്ഞിട്ടുണ്ടാക്കിയ നിങ്ങളുടെ വലിയ കൊട്ടാര സദൃശമായ, കൊട്ടാര സമാനമായ നിങ്ങളുടെ അക. 8 കാര്യമാണ് അവിടെ അല്ലാഹു തആല ചൊല്ലുന്നത്. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, ഈ ചൊന്ന 8 കാര്യമാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായത്? അതല്ല അല്ലാഹുവായിട്ടിക്കറോ, അവന്റെ റസൂലായിട്ടിക്കറോ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, പരിശ്രമം, അധ്വാനമായിട്ടിക്കറോ ചൊല്ലറു. ഒരു ഭാഗത്ത് 3 കാര്യം, മറ്റേ ഭാഗത്ത് 8 കാര്യം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും നാം ഏറ്റുമുട്ടുന്ന ചില അനുഭവങ്ങളായിട്ടിക്കരുത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമത്തെക്കാളും ത്യാഗത്തെക്കാളും അധ്വാനത്തെക്കാളും ഈ പറയപ്പെട്ട 8 വിഭാഗമാണ് നിങ്ങൾക്ക് പ്രിയങ്കരമായതെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള അധ്വാനത്തെക്കാളും നിങ്ങളുടെ അബ്ബമാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പതിപത്നിമാർ, നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, നിങ്ങളുടെ വ്യാപാരങ്ങൾ, നിങ്ങളുടെ ഗ്രഹങ്ങൾ, വസതികൾ, ഭവനങ്ങൾ, ഇതാണ് നിങ്ങൾക്ക് പ്രിയങ്കരമായതെങ്കിൽ കാത്തിരുന്നു കൊള്ളുക, അല്ലാഹുവിൻ്റെ ശിക്ഷ നിങ്ങളെ തേടിയെത്തും. ഇനി അതല്ല, അതെല്ലാം വിട്ടിട്ടാണ് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം സ്നേഹിച്ചും കൊണ്ട്, അവൻ്റെ ഹബീബായ റസൂലിനെ പിരിശം വെച്ചും കൊണ്ട്, അവൻ്റെ ദീനിനെ, നിങ്ങളുടെ ആദർശത്തെ നിങ്ങൾ മുറുകെ പിടിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദി ആദർശത്തെ മുറുകെ പിടിച്ചിട്ട് ഇതെല്ലാം അതിന് എതിരായി എന്ന് കാണുമ്പോൾ നിങ്ങളെല്ലാം വിട്ടിട്ട് നിങ്ങൾ ആദർശത്തിന് പിന്നാലെയാണ് നിങ്ങൾ പോകരുതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വല്ലദീന ഹാജറൂ ഫീ സബീലില്ലാഹ് സുമ്മ ഖുതിലു ഔ മാതു ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസനാ. അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. നിങ്ങളെ റബ്ബ് കൈവിടല. പടച്ച തമ്പുരാൻ ചൊല്ലുന്നത് അല്ലാഹും റസൂലും അവൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്, പരിശ്രമവും ത്യാഗത്തിനുമാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തതെങ്കിൽ നിങ്ങൾ അല്ലാഹു വിടുകയില്ല. ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസനാ, ഏറ്റവും ശ്രേഷ്ഠമായ ജീവനാധാരം, ഉപജീവന മാർഗം നിങ്ങൾക്ക് അല്ലാഹു തആല ദയപാലിക്കും. നിങ്ങൾ പേടിക്കണ്ട. അല്ലാഹു നൽകിയ പ്രോമിസ് ഓഫർ ആയിട്ടിക്കരുത്. അതും ചെറിയല്ല, ഏറ്റവും മെച്ചമായ എന്നാണ് അവിടെ അല്ലാഹു ഉപയോഗിച്ചത്. റിസ്ഖൻ ഹസന, നിങ്ങൾ മക്കയിലുള്ളതിനേക്കാളും, നിങ്ങൾ മക്കയിൽ കെട്ടിപ്പടുത്തിയതായിരിക്കുന്ന ആ സമ്പത്ത് സാമ്രാജ്യത്തെക്കാളും, അതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ഉപജീവനത്തെക്കാളും, ജീവനാധാരത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായതായിട്ടിക്കരെ ജീവിതമായിട്ടിക്കും അല്ലാഹു തആല നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക, ദയപാലിക്കുക. അല്ലാഹു തആല ഒന്നുകൂടെ അതിനിടയിൽ ചൊന്തു, ഇനി ഒരു പക്ഷേ നിങ്ങൾ മരിച്ചു വിചാരിക്കും. ഒരു പക്ഷേ നിങ്ങൾ മരിച്ചു, ആ സമയത്ത് നിങ്ങളെ കൊന്നു. നിങ്ങൾ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജ്യം വിട്ട് കിടക്കുമ്പത്തു രാജ്യത്തിന്റെ സർഹദിൽ, ബോർഡറിൽ പട്ടാളക്കാർ, മിലിറ്ററികൾ നിങ്ങളെ വെടിവെച്ച് കൊന്നിട്ട് വിചാരിക്കോറോ? അല്ലെങ്കിൽ നിങ്ങൾ രോഗം ബാധിച്ച്, മാരകമായ രോഗം ബാധിച്ച് തിന്നണക്കോ, ഹസിവയിലോ ബായാരിക്കയിലോ ഒന്നുമില്ലാതെ നിങ്ങൾ മരിച്ചുകൊണ്ട് വിചാരിക്കോറോ? എന്നാൽ ലൗ കഫിറന്ന അൻഹും സയ്യിആതിഹിം,
നിങ്ങളെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തണ്ട്. വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി, തീർച്ചയായും നിങ്ങളെ സ്വർഗത്തിലേക്ക് തന്നെ ഞാൻ കടത്തും. അള്ളാഹുവിൻ്റെ ആ വാക്കിൻ്റെ ഓരോ പ്രയോഗം നിങ്ങൾ മനസ്സിലാക്കണം. ഹിജ്റാണ്ട് ചൊന്നെങ്കിൽ അതായിട്ട് പ്രിയമുള്ളവരെ, മൂന്ന് കാര്യത്തിൽ അല്ലാഹു തആല ഓഫർ തന്നത് സ്വർഗത്തിലേക്ക് നിങ്ങൾ കടത്തുക തന്നെ ചെയ്യും. നിങ്ങളെ എല്ലാ പാപങ്ങളും പൊറുക്കുമെന്നത് അല്ലാഹു തആല തന്റെ ഓഫറാണ്, പ്രോമിസാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മത്തിക്ക് തെളിവാക്കി. ഏതാണ് ആ മൂന്ന് കാര്യം? ഒന്ന്, ഇസ്ലാം. ഒരാളിങ്ങനെ ഷിർക്കിലും കുഫറിലും മുഴുകി ജീവിച്ചുകൊണ്ട് വിചാരിക്കറു, ഷിർക്കിലും കുഫറിലും എല്ലാം മുഴുകി ജീവിച്ച് ഒരു നാൾ അയാൾക്ക് ബോധം വന്ന് അയാൾ ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് അയാൾ കടക്കരുത്. അങ്ങനെ ഇസ്ലാമിലേക്ക് കാലെടുത്ത് വെച്ചാൽ പിന്നീട് ആ കുഫർക്ക് അവൻ മടങ്ങിയില്ല എങ്കിൽ, ഷിർക്ക് അവൻ മടങ്ങിയില്ല എങ്കിൽ, ഇസ്ലാം അതിന് മുന്നിലുള്ള എല്ലാം, അവന്റെ കുഫർ, അവന്റെ ഷിർക്ക്, എന്തെല്ലാം വലിയ പർവ്വത സമാനമായ പാപമാണ് അവൻ ചെയ്തിട്ടുള്ളതെങ്കിലും അള്ളാഹ് എല്ലാം പുറത്തു കൊടുക്കും. അത് ഹബീബായ റസൂൽ നൽകിയ ഗ്യാരണ്ടി ആയിരിക്കും. ഇസ്ലാമിലേക്ക് കാലെടുത്ത് വെച്ചാൽ അങ്ങനെയാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഹിജ്റയായിട്ട് അവന്റെ റായ, അവന്റെ അധികാരം, അവന്റെ സമ്പത്ത്, അവന്റെ സ്വത്ത്, വിത്ത് എല്ലാം മുട്ടുത്ത് അള്ളാന്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ച് അവൻ ഹിജ്റ പോയാൽ അൽ ഹിജ്റത്തു തഖ്ദിമു മാ കാന ഖബ്ലഹ. ഹിജ്റാണ്ട് ചൊന്നത് അങ്ങനെയാണ്. അവൻ അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കരുത്. മൂന്നാമത്തത് ഹജ്ജായിട്ടിക്കരുത്. ഒരാള് അല്ലാഹു തആല പഠിപ്പാട്ടിയതുപോലെ റസൂൽ കാണിച്ചതുപോലെ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു വന്നിട്ടായെങ്കിൽ ആ വരുന്ന സമയത്ത് അവൻ പിന്നീട് കുഫറോ ശിർക്കിലേക്കോ മടങ്ങാതിരിക്കുന്നിടത്തോളം കാലം അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കരുത്. ഈ മൂന്ന് കാര്യം, അതിലാണ് ഹിജ്റ വേണ്ടത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹിജ്റാണ്ട് ചൊന്നെങ്കിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടിക്കറ്. ഇവിടെയാണ് ഇത്രയും സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ഏതുകാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് വരുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിൽ തട്ടി ഉത്തരം ചൊല്ലേണ്ടത് ആ സന്ദർഭത്തിൽ നിന്റെ മക്കൾ, നിന്റെ പതിപത്നിമാർ, നിന്റെ കുടുംബം, നിന്റെ സമ്പത്ത്, നിന്റെ സമ്പാദ്യം ഇതെല്ലാം ദീനിനെതിരായി വരുമ്പോ ആ സന്ദർഭത്തിൽ നമ്മുടെ വായിന്ന് വരേണ്ട ഒരു ഉത്തരം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊന്ന ഉത്തരമാണ്. എന്തിനെ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അതായിട്ട് വനിഅമൽ മൗല വനിഅമൻ നസ്ർ. അല്ലാഹ് നിന്റെ കൂടെയുണ്ട്. ഹിജ്റയുടെ സന്ദർഭത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാറ് സൗറിൽ വെച്ച് സിദ്ദീഖുൽ അക്ബർക്ക് പിടിപാട്ടിയ ദുആയിട്ടിക്കരുത്. സിദ്ദീഖുൽ അക്ബർ, അല്ലാഹ് ഞങ്ങളൊട്ടിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതാണ് ഹിജ്റയുടെ പാഠമെന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ നിഭാവനമായ ദീനിനെ പറ്റി മനസ്സിലാക്കണോ, പഠിക്കണോ, അധിക ത്യാഗം ചെയ്യണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലി വലക്കും واستغفر عني وعنكم وعن جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين
وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിജറയുമായി ബന്ധപ്പെട്ടിട്ടാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 1446 ഹിജറ വർഷത്തിലേക്കാണ് നാം കടക്കുന്നത്. എന്താണ് ഹിജറ എന്ന് നമുക്ക് മനസ്സിലായി. സ്വന്തം കുടുംബത്തേക്കാൾ, മക്കളേക്കാൾ, സമ്പത്തിനേക്കാൾ ആദർശത്തിനായിട്ടിക്കണം നാം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന പാഠമാണ് ഹിജറയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ ഈ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു ഐതിഹാസികമായ ഒരു സംഭവം, അത് വിശദീകരിക്കുന്ന സമയമില്ല. അതെന്തിരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഈജിപ്റ്റ്, മിസ്രൈം ഭരിച്ചിരുന്ന, ആഡളിത്തം നടത്തിയിരുന്ന അക്രമിയായിട്ടിക്കരെ, വിദ്രോഹിയായിട്ടിക്കരെ, ഏകാധിപതിയായിട്ടിക്കരെ, ഗർവിഷ്ഠനായിട്ടിക്കരെ ഫറോവയെ അല്ലാഹു തആല കടലിൽ, ചെങ്കടലിൽ മുക്കി നശിപ്പിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളെയും രക്ഷപ്പെടുത്തിയതായിട്ടിക്കരെ ഒരു മാസമായിട്ടിക്കര് മുഹറം 10 ഇട്ട് ചൊല്ലുന്നത്. ആ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റ് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തി, മൂസാ നബി നന്ദി രേഖപ്പെടുത്തിയിട്ട് മൂസാ നബി നോറ്റതായിരിക്കുന്ന ആ നോമ്പിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോറ്റു, തൻ്റെ ഉമ്മത്തിക്ക് സുന്നത്തായി പഠിപ്പാട്ടി. അതിനെ ഒട്ടികെ ജൂതന്മാരും നോറ്റുകൊണ്ടുള്ളത് കൊണ്ട് അങ്ങക്ക് എതിരാവണക്ക് വേണ്ടി അതിനെ മുന്നോളോ അതിനെ പിറകെയോ, മുന്നോളാണ് പ്രാധാന്യമുള്ളത്. തസ്വാ വലിയബാമ്പത്ത് നോമ്പ് കൂടി നോക്കണുകോ സഹാബത്തിനെ പഠിപ്പാട്ടി. ആ വിഷയം നമുക്കൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ നാം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മാസവുമായി ബന്ധപ്പെട്ടിട്ടായതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ഉണർത്തുന്നത്, കഴിഞ്ഞ പാർലമെൻറ്റിൽ, സംസദിൽ വെച്ചിട്ട് പ്രതിപക്ഷ നായകനായിട്ടിക്കരെ രാഹുൽ ഗാന്ധി തൻ്റെ ആദ്യത്തെ പ്രതിപക്ഷ നായകനായി വരുന്ന ആദ്യത്തെ ആ പ്രസംഗത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ആ ആയത്തിൻ്റെ ആശയം അവിടെ പറഞ്ഞത്, അത് നമുക്ക് ഈ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു വചനമാണ് എന്ന് കൂടി നാം മനസ്സിലാക്കണം. അത് ചിലപ്പോൾ നല്ലപോലെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടായിരിക്കും അവിടെ ആ പാർലമെൻറ്റിൽ ആയത്തിൻ്റെ ആശയം അവിടെ ഉന്നയിച്ചത്. പരമശിവന്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചിട്ട് യേശു ക്രിസ്തുവിൻ്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച്, ഗുരുനാനക്കിൻ്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച്, നോക്ക് എല്ലാ മതങ്ങളും ശാന്തിയെയും സമാധാനത്തെയും അഹിംസയെയുമാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് വെട്ടിത്തുറന്ന് ഉറക്കെ പറഞ്ഞ ഒരു സന്ദർഭം കഴിഞ്ഞ ആഴ്ച ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. അക്കൂട്ടത്തിൽ അദ്ദേഹം പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തും ഉദ്ധരിച്ചു. അത് ഈ മാസവുമായി ബന്ധപ്പെട്ട ആയത്താണ്. ഏതായത്താണ്? ആയത്ത് അദ്ദേഹം ഓതിയിട്ടില്ല, അതിൻ്റെ മീനിങ് ആണ്, ആശയമാണ് ഇംഗ്ലീഷിൽ അദ്ദേഹം അവിടെ പറഞ്ഞത്. ആ ആയത്ത് വർഗീയ സാമ്രാജ്യത്വ ഫാസിസ്റ്റ് ശക്തികൾക്ക് എതിരായിട്ട് നടത്തിയ പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം നടത്തിയ, ഫിർഔനെതിരിൽ നടത്തിയ, ആരായിരുന്നു ഫിർഔൻ? വർഗീയ സാമ്രാജ്യ ഫാസിസ്റ്റ് ശക്തികളുടെ ആഡളിത്തം നടത്തിയ ആളായിരുന്നു, അധികാരിയായിരുന്നു. ആ മനുഷ്യൻ അക്രമിയായ ഭരണാധികാരിയായിരുന്നു. എത്രയോ ഇസ്രായേല്യരായ ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ, 10,000 കണക്കിന് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ
അങ്ങേയറ്റം ദ്രോഹിയായ അക്രമിയായ ഒരു അരസനായിരുന്നു, ഒരു രാജനായിരുന്നു ഫറോവ. ജനങ്ങളെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി അധികാരം നടത്തിയ ആളായിരുന്നു. എന്നിട്ട് ഈ ആയത്ത് ഓതിയിട്ട് അദ്ദേഹം അവിടെ പറയുകയുണ്ടായി, ജനങ്ങളെ ഭയപ്പെടുത്തി നിങ്ങൾ കീഴ്പ്പെടുത്താൻ നോക്കണ്ട, ഒരു നാള് നിങ്ങൾക്ക് അന്ത്യമുണ്ടാകും. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയ ആത്മധൈര്യത്തിന്റെ ആയത്തായിരുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു താഹയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ ചരിത്രമൊക്കെ വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല, വളരെ ചുരുക്കിയിട്ട് വിവരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ചൊല്ലറു, ഫിറഔന്റെ മുട്ട നിങ്ങൾ പോകറു. ആരാണ് ഫിറഔൻ? സാമ്രാജ്യത്വ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ അധികാരിയായിരുന്നു. അവർക്ക് ഒത്താശ നൽകുന്ന ആളായിരുന്നു. ജനങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി ഭരണം നടത്തിയിരുന്ന ആളായിരുന്നു. അക്രമിയായ ഭരണാധികാരിയായിരുന്നു. മൂസാ നബി ചൊന്തു, ഞങ്ങൾക്ക് പേടിയാവും. മൂസാ നബിയും അതേപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടിരിക്കുന്ന ഹറൂൺ രണ്ടാളോടുമാണ് ചൊല്ലുന്നത്, നിങ്ങൾ പോകൂ. എന്താണ് പോകേണ്ടത്? എന്താണ് പോകേണ്ടത്? ആ ഫിർഔന്റെ മുന്നിൽ പോയിട്ട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അഹിംസയുടെയും ഉപദേശം അവർക്ക് നൽകറു. ഇതായിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചൊന്നത് അല്ലാഹു തആല. മൂസാ നബി അലൈഹി ഇസ്ലാം നക്ക് പേടിയാവുന്നുണ്ട് ചൊല്ലുമ്പത്തു അല്ലാഹു തആല ചൊന്നത്, ലാ തഖാഫാ, നിങ്ങൾ ആരും രണ്ടാളും പേടിക്കണ്ട. ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങളെ ഒട്ടികയുള്ളേ, പേടിക്കണ്ട. അസ്മഉ വ അറാ, ഞാൻ എല്ലാം കേൾക്കരെ, എല്ലാം ഞാൻ കാണരെ, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണമെന്ന് പോകുന്നില്ല, പേടിക്കണ്ട. ഭയമുക്തമായതായിരിക്കുന്ന സന്ദേശമാണ് ഇസ്ലാം നൽകരുത് എന്ന് അവിടെ രാഹുൽ ഗാന്ധി വെച്ച് പറഞ്ഞത്. അത് നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇസ്ലാം പേടിപ്പാട്ടിന്റെ മതമല്ല, ശാന്തിയുടെ മതമാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് ഓതിയിട്ട് ഫിയർ നോട്ട്, indeed I am with you both, hearing and seeing എന്ന ഈ ആശയം, ഈ മീനിങ് ആൾ അവിടെ വെച്ച് ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നാം മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, മുസ്ലിം ഉമ്മത്തായ നമ്മുടെ അവസ്ഥ ഖുർആനുമായി നമ്മുടെ ബന്ധം എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഖുർആനിൽ നിന്നിട്ട് നാം അകന്നകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമുദായം അകന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിലുടനീളം കാണുന്നുണ്ട്, അവരുടെ വിവാഹങ്ങളിൽ കാണുന്നുണ്ട്. എന്തൊക്കെയോ പേക്കൂത്തുകൾ ആഹ്ലാദവും മർമാദവുമായിട്ട് അള്ളാഹുവിനെ മറന്നും കൊണ്ട് അവർ ജീവിക്കുന്നു. കാരണം എന്തേ? ഖുർആനിൽ നിന്ന് അവർ അകന്നുപോയി. ഒരുപാട് നമുക്ക് സംസാരിക്കാനുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഖുർആനിലേക്ക് നാം തിരിച്ചു വരണം. ഖുർആൻ അത് പഠിക്കാൻ, അത് മനനം ചെയ്യാൻ, ഒറ്റാലോചിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ നാം നിരന്തരം തയ്യാറാകണം. കാരണം പരിശുദ്ധ ഖുർആൻ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഭയമുക്തമായ ഒരു പ്രത്യയശാസ്ത്രമായിട്ട്, അഹിംസയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഗ്രന്ഥമായിട്ട് പരിശുദ്ധ ഖുർആൻ എന്ന് നാം മനസ്സിലാക്കണം. അത് കഴിയുന്നത്ര പ്രചരിപ്പിക്കാൻ നാം ഓരോരുത്തരും മുമ്പോട്ട് വരണം, കഠിനാധ്വാനം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തെയും ഈ ജനങ്ങളെയും എല്ലാവിധ ഹിംസയിൽ നിന്നിട്ടും അതേപോലെ തന്നെ അസമാധാനത്തിൻ്റെ വാതാവരണത്തിൽ നിന്ന് അല്ലാഹു തആല ഈ രാജ്യത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശാന്തിയും സമാധാനവും അഹിംസയും കളിയാടുന്ന വാതാവരണം, നിർഭയമായ ഒരു രാജ്യമായി അല്ലാഹു നമ്മുടെ രാജ്യത്തെ മാറ്റുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉണർത്താനുള്ളത്, ഇന്ന് നമ്മുടെ പള്ളിയുടെ കലക്ഷനായിട്ട് പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി, പള്ളിയുടെ നല്ല നിലക്കുള്ള നടത്തിപ്പിന് വേണ്ടി എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകമായി എല്ലാവരും ഞാൻ ആവശ്യപ്പെടുക. അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന സംഭാവനക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകി അള്ളാഹു തആല ദയപാലിക്കുമാറാകട്ടെ. അതേപോലെ മദ്രസയുടെ കൺസ്ട്രക്ഷൻ മേലെ നടക്കരുത്. അതൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മുടെ മദ്രസ കമ്മിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കഴിയുന്ന നിലക്ക് നിങ്ങൾ ആ മഹത്തായ സൽകർമ്മത്തിൽ നിങ്ങളും ഭാഗഭാക്കാകണമെന്ന് ഞാൻ ഉണർത്തരെ. കുറച്ചാഴ്ചകളായി ഇവിടെ തസ്കിയത്ത് ക്ലാസ് പെണ്ണുങ്ങൾക്ക് നടന്നുകൊണ്ടിരുന്നത്, അത് കുറച്ച് കാലം ഇപ്പം നടക്കാതെ ഉണ്ടായി. ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഷാ അല്ലാഹ് നാളെ അത് വീണ്ടും തുടങ്ങരുത്. നാളെ തസ്കിയത്ത് ക്ലാസ് പെണ്ണുങ്ങൾക്കുണ്ടായിരിക്കും.
എല്ലാ സഹോദരിമാർ ആ തസ്കിയത്ത് ക്ലാസ്സിൽ ഭാഗഭാക്കാകൊണ്ടു പ്രത്യേകമായി കേട്ടുകൊള്ളരെ. പിന്നീട് ദ്വാരക്കുണക്ക് വേണ്ടി കുറേ ആളുകൾ വാട്സപ്പിലൂടെ മറ്റുമെല്ലാം തന്നെ ചൊന്നു, അവർക്കെല്ലാം വേണ്ടി ദ്വാരക്കര ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തവരും ചൊന്നെങ്കിൽ എല്ലാം ബന്ധത്തിൽ. പ്രത്യേകിച്ചും മുൽക്കിയിലെ ഒരു സ്ത്രീക്ക് വേണ്ടി, ആ സ്ത്രീ ഇങ്ങനെ പ്രസവിച്ചിട്ട് വല്ലാത്ത ക്രിട്ടിക്കലായിട്ട് ഇക്കരെ കങ്കാളായ ഒരവസ്ഥയിലാണ്, ജീവൻ മരണ പോരാട്ടത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ സ്ത്രീക്ക് അല്ലാഹു തആല എത്രയും വേഗത്തിൽ പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ ദ്വാരക്കുണക്ക് വേണ്ടി ചെന്ന ആളുമാർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ രോഗം എന്താണ് എല്ലാം പടച്ചുകൊടുക്കാണ് പിടിയുള്ളത്. അവരുടെ ശാരീരികമായ മാനസികമായ എല്ലാ രോഗങ്ങളെയും അല്ലാഹു അവർക്ക് പൂർണ്ണമായ നിലയ്ക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ കഴിഞ്ഞ ആഴ്ച ഒരു പണ്ഡിതൻ, ഹാഫിളാണ്, അതേപോലെ തന്നെ ദായിയാണ്, ഉസ്മാൻ റബ്ബാനി എന്ന് ചൊല്ലറെ ഒരു പണ്ഡിതൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നീട് അവസാനമായി ചൊല്ലുള്ളത് ഇവിടെ കുറച്ച് കാശ് വീണ് കിട്ടിയിരുന്നു. പള്ളിയുടെ പരിസരത്ത് കിട്ടിയ കുറച്ച് തുക, കുറച്ച് എമൗണ്ട് ഉണ്ട്. അത് നമ്മുടെ പള്ളി ഭാരവാഹിയുടെ ഒരാളുടെ കയ്യിലുണ്ട്. ആരെതെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് വന്ന് എത്രയാണ് അവരുടെ കാശെന്ന് പറഞ്ഞ് അത് ആവശ്യപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് അവരതാണെങ്കിൽ ആ കാശ് അവർക്ക് തിരിച്ചു കൊടുക്കും. എത്രയും പെട്ടെന്ന് അത് വന്ന് അങ്ങനെ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവരതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ തുക, എമൗണ്ട് അവർക്ക് നൽകുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യവും പൂർണ്ണമായ വിജയത്തിലും സഫലീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.